എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. കുഞ്ഞു വീഡിയോയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ തവളക്കുഞ്ഞിനെ കളിക്കാൻ വേണ്ടി പിടിക്കുവാണ്. അത് കാണിച്ചു തരാം. മാക്രീനെ പിടിക്കുന്നത് കാണിച്ചു തരാം. 3 മാക്രീനെ പിടിക്കും. ഒരു വലിയ മാക്രി ഫ്രണ്ടിൽ കൂടെയാണ് കേട്ടോ വെള്ളം ഒഴുകി പോണത്. പാമ്പിച്ചുള്ള വലിയ പൊത്തുകൾ, നിറച്ചും പാമ്പിച്ചുള്ള പൊത്തുകൾ. അതിന്റെ ചോട്ടിലാണ് മാക്രി കുഞ്ഞുങ്ങൾ വന്ന് മാക്രിയെ പിടിക്കുന്നത്. അതേ വലിയ പാമ്പിച്ചുള്ള പൊത്തുകൾ. പാമ്പിച്ചിനെ കണ്ട ഓടിക്കോണം കേട്ടോ. അത് വിഷക്കൂണ്, അത് പാമ്പ് കൂണ്. അതുകൊണ്ട് അത് കറുത്തിരിക്കണം കേട്ടോ. പാമ്പ് അതിലൂടെ വരാറുണ്ട്. അതിന്റെ വീടാ കാണുന്നത്. അത് പാമ്പെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പാമ്പിനെ കണ്ട ഓടിക്കോണേ. കൂണില് ഈച്ച വന്ന കൂണ് നല്ലതെന്ന് അർത്ഥമില്ല. വെളുത്ത കൂണാണ് നല്ല കൂണ്. കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ലാസ്റ്റ് തുറന്നു വിടുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ ഞാൻ എടുത്തില്ല. അത് കൊള്ളില്ല മോനെ, അത് മരത്തേലുണ്ടാക്കുന്നല്ലേ. മരത്തേലുണ്ടാക്കുന്ന കൊള്ളില്ല. ഇടി വെട്ടുമ്പോ വലിയതായിട്ട് വലിയ കൊട പോലെ ഉണ്ടായി വരും വെളുത്ത്. മരത്തേല് കൂണുണ്ടാക്കണ കാണിച്ചു വരുവാണ് കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ കൂണുണ്ടെന്നാണ് അവള് പറയുന്നത്. ഒരു കഥ പറയാം. അച്ചുവിന് മാക്രീനെ കിട്ടിയോ? അച്ചു നമ്മൾ പിടിച്ചു വെച്ചേക്കണം മാക്രീനെ. എന്റെ വീഡിയോയിലൊന്ന് കാണിച്ചു കൊടുത്താലോ. ബാ, എവിടെയാണ് ഇരിക്കുന്നത്? കുഞ്ഞാക്കുട്ടനെ എന്നെ എടുക്കണേ നോക്കട്ടെ. അച്ചു ആ ഉടുപ്പ് നനയ്ക്കുവാണോ? കുഞ്ഞായി എന്നാ കാണിക്കണേ? മാക്രി എവിടെ നോക്കാം. മാക്രി എവിടെ നോക്കാം. മാക്രി, വേർ ഈസ് മാക്രി? നിറഞ്ഞു ഒഴുകുന്നത് കൂടാതെ അപ്പുറത്തും ഞങ്ങളുടെ കിണറിന്റെ വെടയിലൂടെയും വെള്ളം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന്. എവിടെ വെച്ചു? വളരെ കിട്ടിയിട്ടുള്ള മാക്രീനെ കാണിച്ചു തരാം. പുതിയ വീഡിയോ. ഫസ്റ്റ് ഇരിക്കുന്നത് ഞാൻ, പിന്നെ ഇരിക്കുന്ന കുഞ്ഞായി, പിന്നെ ഇരിക്കുന്ന ആള്. അപ്പൊ ഞാനോ? അത് ഒരെണ്ണം കൂടെ ഉണ്ട്. കാണിച്ചേ കാണുന്നില്ലല്ലോ. ഇനി തുറന്നു വിടണം കേട്ടോ. അത് ചത്തു പോയി കഴിഞ്ഞാൽ തമ്പായി നമ്മള് ശിക്ഷിക്കും. കാണാമോ? അതിപ്പോ ജീവനോടെ ഇരിക്കല്ലേ. അതിന് കാണാൻ വേണ്ടിട്ട് അവിടെ വെക്കടാ. നീ ആ കല്ലിന്റെ പൊത്തിന്റെ അങ്ങോട്ട് പോയിരിക്കില്ലേ? ഞാൻ ഇവിടെ വെക്കാം. എന്നാലും അതിന് ഇച്ചിരി സുഖം. ഈ കാലും വാലുമുള്ള ജീവിയാണ് മാക്രി. എല്ലാം നിറഞ്ഞ ഒരു ജീവി അല്ലേ? കുഞ്ഞുങ്ങളെ മേടിച്ചോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചത്തു കഴിയുമ്പോ ഭയങ്കര കരച്ചിലാട്ടോ. അപ്പൊ മാക്രി കുഞ്ഞുങ്ങൾ തന്നെയാണ് നല്ലത്. അതാവുമ്പോ വെള്ളത്തിലും കരലും ജീവിച്ചോളൂല്ലോ. ഇല ഒഴുക്കി വിടുന്ന വീഡിയോ കണ്ട പിന്നെ അവളുടെ പടം വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ വരച്ച പടാണ് കേട്ടോ. ഇത് കൊള്ളാവോ? കൊള്ളാമെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പോ ഇതുകൊണ്ട് ഇതുപോലെയാണ് കേട്ടോ വെള്ളം ഒഴുകുന്നത്. അപ്പൊ കുഞ്ഞാക്കുട്ടൻ എന്റെ ഫോൺ എടുത്ത് വെള്ളത്തിന്റെ അടുത്ത് പിടിച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് ഞാനത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കണത്. എന്തായാലും ഫോൺ വെള്ളത്തിൽ പോകാത്ത ഭാഗ്യം. ക്യാമറ ഇത് അടുത്ത വീട്ടിലെ ഉള്ളി വീഡിയോ എടുത്ത് ഇത് അടുത്ത വീട്ടിലെ ഉള്ളി നട്ടത് പറിച്ചെടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഒഴുക്കി വിടുന്നു. ആ ഉള്ളി ഒന്ന് കഴുകിയിട്ട് എടുക്കായിരുന്നില്ലേ? ശരി, ഭംഗി. നമ്മുടെ വീട്ടിലെ ഉള്ളി നട്ടാലും അതുപോലെ ഉണ്ടായി വരും. ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞൂസാണ് കേട്ടോ. അപ്പോൾ ഫോൺ എടുത്ത് വെള്ളത്തിന് തൊട്ടടുത്ത് പിടിച്ചിട്ടാണ് എടുത്തേക്കണത്. അപ്പോൾ ഇത് വലിയ വെള്ളച്ചാട്ടം ഒന്നുമല്ല, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നതാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ തന്നെ വളരെ മനോഹരമാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി കാണാനൊക്കെ ആയിട്ടുള്ള സമയം കണ്ടെത്തിയാൽ മതി. നമ്മൾ മരുഭൂമിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാം നമ്മുടെ നാടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞൊരു പ്രത്യേക ഭംഗിയാണ്. ദൂരം വെള്ളമാണല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.